എം ജിനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന നവ ഇടുക്കി ജനകീയ വികസന ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. ഇടുക്കി കാൽവരി മൗണ്ട് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. എം ജിനദേവൻ പഠന ഗവേഷണ കേന്ദ്രം ഇടുക്കിയുടെയും AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നവ ഇടുക്കി ജനകീയ വികസന ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. പശ്ചാത്തല വികസന സേവന മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, SC/ST മേഖല എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടത്തി. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. വിളകളുടെ വൈവിധ്യമൊക്കെ എന്തുകൊണ്ട് ഫ്രൂട്ട് ട്രീസും മറ്റും പറ്റില്ല, അതിന്റെ പ്രശ്നങ്ങൾ. മൂന്ന്, എങ്ങനെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സന്നിവേശിപ്പിക്കാം, അത് ഓരോ വിളയും എടുത്ത് ചർച്ച ചെയ്യും. ഇടുക്കി ജില്ലയിൽ നിന്ന് നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ B ശിവതേജസ്, ലിയോ PK, ആഗ്ന ഫ്ലൈ, അഫന ഷക്കീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി പാക്കേജ് ഒരു അവലോകനം എന്ന വിഷയത്തിൽ പ്ലാനിംഗ് ബോർഡ് അംഗം R രാംകുമാർ സെമിനാർ നയിച്ചു. ആശംസ അറിയിച്ച ഉടുമ്പൻചോല MLA MM മണി, DCC പ്രസിഡന്റ് CP മാത്യു, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ഫാദർ ഫിലിപ്പ് മണ്ണകത്ത്, വർഗീസ് വെട്ടിയാങ്കൽ, തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു. ശില്പശാലയുടെ സമാപന സമ്മേളനം നാളെ സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഉദ്ഘാടനം ചെയ്യും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.